أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനിൻ്റെ, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ താല്പര്യം, അവൻ്റെ ആഗ്രഹം ആയിരിക്കേണ്ടത് തന്നെ സൃഷ്ടിച്ച, തന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ റബ്ബിനെ ഒന്ന് കാണുക എന്നതാണ്. അൽ-ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതായിരിക്കണം ഏതൊരു സത്യവിശ്വാസിയുടെയും ആദ്യത്തേതും അവസാനത്തേതുമായ ആഗ്രഹം എന്ന് പറയുന്നത്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹ്. അള്ളാഹുവിൻ്റെ മുലാഖാത്ത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അഹബ്ബല്ലാഹു ലിഖാഅഹു, അല്ലാഹു തആല അവൻ്റെ ലിഖായിനെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അവനുമായുള്ള മുലാഖാത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മെ കാണണം എന്നാഗ്രഹിക്കും. വമൻ കരിഹ ലിഖാഅഹു അല്ലാഹ്, അല്ല എനിക്ക് അള്ളാഹുവിനെ കാണണ്ട, വെറുപ്പ്, അങ്ങനെ ആരെങ്കിലും ആ ഒരു സ്ഥിതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹുവിനെ വെറുത്തുകൊണ്ടാണ്, അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, കരിഹല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനുമായിട്ടുള്ള മുലാഖാത്തിനെ വെറുക്കുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ ആത്യന്തികമായ ആഗ്രഹം അവനുമായി കണ്ടുമുട്ടുക എന്നതാണ്. ദുനിയാവിലല്ല, ദുനിയാവിൽ നിന്ന് ഏതായിരുന്നാലും നമ്മൾക്ക് കാണുക സാധ്യമല്ല. നമ്മുടെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന ആ വിശ്വാസമാണ് നമ്മെ നയിക്കേണ്ടത്. നാളെ പരലോകത്ത് അള്ളാഹുവുമായുള്ള മുലാഖാത്തിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന താല്പര്യമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം, നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം, നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. എങ്കിൽ അള്ളാഹു നമ്മളുമായുള്ള മുലാഖാത്ത് ആഗ്രഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ആഗ്രഹം, നമ്മുടെ ഈ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ
അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ നിഷ്കളങ്കമായി, നിഷ്കപടമായി, ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ മുലാഖാത്ത് സാധ്യമാകൂ എന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കർമ്മം, നാം ചെയ്യുന്ന ഒരു കർമ്മം, അതേതുമാകട്ടെ, ആ കർമ്മം സൽക്കർമ്മമായി തീരുന്നത് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്. ആ നിബന്ധനകൾ പാലിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കർമ്മം സൽക്കർമ്മമായി മാറൂ. ആ സൽക്കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതിന് മാത്രമേ അള്ളാഹു തആല പ്രതിഫലം നൽകുകയുള്ളൂ. അതിലൊന്നാമത്തെ നിബന്ധന അൽ ഈമാനും ബില്ലാഹ്. നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് സൽക്കർമ്മമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. അതിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിയണം. ഏതേത് കാര്യങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ പ്രീതി നമ്മൾക്ക് കരസ്ഥമാക്കിയെടുക്കാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ റിള ഏത് മാർഗങ്ങളിലൂടെയാണ് നമ്മൾക്ക് വശത്താക്കാൻ കഴിയുക? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ മുലാഖാത്ത് നമ്മൾക്ക് സാധ്യമാകും എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റിളല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത്, അവന്റെ പ്രീതി എന്ന് പറയുന്നത് ഫിറിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ തൃപ്തിയാണ്. വസുഖ്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം, അത് ഫി സുഖ്തിൽ വാലിദൈനി, മാതാപിതാക്കളിലുള്ള കോപമാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതു മാർഗങ്ങളിലൂടെയും, ഏതേത് കർമ്മങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ആ തൃപ്തി നേടിയെടുക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവുമായുള്ള മുലാഖാത്ത് സാധ്യമാകൂ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വലാ യസ്ഫഊന ഇല്ലാ ലിമൻ ഇർതള. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശുപാർശ നമ്മൾക്ക് ലഭിക്കുമെന്നതാ. വലാ യസ്ഫഊന, അള്ളാഹു ശുപാർശ ചെയ്യുകയേ ഇല്ല, ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ശുപാർശ കിട്ടണ്ടേ? നമുക്ക് സ്വർഗം കിട്ടണ്ടേ? എതിരെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പ്രീതി അത് കരസ്ഥമാക്കുവാനുള്ള സമയങ്ങളും സന്ദർഭങ്ങളും പരിപൂർണമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നാം ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ് എന്ന് നാം വിലയിരുത്തിക്കൊണ്ടിരിക്കണം. 100% കളങ്കമില്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടണം. അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യമാകണം. അത്തരത്തിലുള്ള കർമ്മങ്ങളാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മുടെ അമലുകൾ പാഴായി പോകാതിരിക്കാൻ, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ സ്വീകരിക്കണമോ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമോ, അത് നമ്മൾ ആലോചിച്ചേ മതിയാകൂ. ഖുർആനിൽ ഇപ്പം നമുക്ക് കാണാം, ഹൽ ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമലുകൾ, നമ്മുടെ അമലുകൾ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ പാഴായി പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് പ്രവാചകനോട് അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅമാല, അമലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ.
അല്ലദീന ളല്ല സയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ ഈ ഭൂമിയിൽ ഉറക്കമൊഴിച്ച് ജോലി ചെയ്തവരാണ്, അമൽ ചെയ്തവരാണ്. സാമ്പത്തികമായി അങ്ങേയറ്റം അവർ ചെലവ് ചെയ്തിട്ടുണ്ട്, ധാരാളമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചതും ഇത് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് തന്നെയാണ്. അവരുടെ കഷ്ടപ്പാട് അങ്ങനെയാണ്. അല്ലദീന ളല്ല സയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹികമായ ഈ ജീവിതത്തില് അവരുടെ എല്ലാം അവർ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അമലുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്ന വസ്തുത അവരറിയുന്നില്ല. അതാണ് ഖുർആൻ പറയുന്നത്, യഹ്സബൂന, അവർ വിചാരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുൻആ, ഏറ്റവും നല്ല അമലുകളാണ് ചെയ്തത് എന്ന് അവർ ഒരു പക്ഷെ വിചാരിച്ചിരിക്കാം. പക്ഷേ അവരുടെ അമലുകൾക്ക് പ്രതിഫലം കിട്ടുന്നില്ല. പല കാരണങ്ങളാലും അത് നിഷ്ഫലമായി പോയി. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, ഒന്നാമതായി അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അവർ നിഷേധിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അതിലേതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിഷേധക്കുറിപ്പ്, ഒരു നിഷേധം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് അവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എന്തുമാത്രം പ്രവർത്തിച്ചത് കൊണ്ടോ എത്രയോ ഉറക്കൊഴിഞ്ഞത് കൊണ്ടോ അവന്റെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടാമത്തേത് വലികാഇഹി, നാളെ അല്ലാഹുവുമായി അഭിമുഖമായി കണ്ടുമുട്ടേണ്ടവനാണ് ഞാൻ. എൻ്റെ അമലുകളും എൻ്റെ കർമ്മങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെച്ചത് അത് കൃത്യമായി ഒരു പുസ്തകത്തിൽ, ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച കാര്യം എന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അള്ളാഹുവുമായി ഞാൻ മുലാഖാത്ത് നടത്തേണ്ടവനാണ് എന്ന വിഷയത്തെ നിഷേധിച്ചവൻ, അവന്റെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കപ്പെടുകയില്ല. അവിടെ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? വഹബിതത് അഅമാലഹും, അവരുടെ അമലുകൾ അത്രയും, അത് എത്ര വലിയതാണെങ്കിലും ശരി, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അമലുകൾ തൂക്കാനോ അത് വ്യവസ്ഥയാക്കാനോ മീസാന് പോലും വെക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പം അള്ളാഹുവുമായുള്ള മുലാഖാത്ത് നമ്മൾക്ക് വേണ്ടേ? അള്ളാഹുവിനെ നമ്മൾക്ക് കണ്ടുമുട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അമലുകൾ വളരെ കൃത്യമായിരിക്കണം. അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, പേര് കിട്ടാനല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല എന്നുറപ്പ് വരുത്താൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ചെയ്യുന്ന ഏതേത് അമലുകളും നാളെ എനിക്കത് രക്ഷകനായി വരാൻ, ശുപാർശകനായി വരാൻ അത് കളങ്കമില്ലാത്തതായിരിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് ഒരു വിശ്വാസി എത്തി നിൽക്കേണ്ടത്. അപ്പോ നമ്മുടെ കർമ്മങ്ങൾ അത് പാഴായി പോകാതിരിക്കാൻ, അത് അങ്ങനെ നഷ്ടപ്പെടാത്തവരും ഈ ദുനിയാവിലുണ്ട്. കൃത്യമായി ചെയ്യുന്നവർ, കൃത്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്. വമൻ അറാദൽ ആഖിറ, ഖുർആൻ പറയുന്നു, വമൻ അറാദൽ ആഖിറ, ആഖിറത്ത് ഉദ്ദേശിക്കുന്ന ഒരാൾ, വസഅലഹാ സയ്യഹ, ആഖിറത്ത് രക്ഷ കിട്ടണമെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും ആഗ്രഹിച്ച് പരിശ്രമം ചെയ്യുന്നവൻ, ഫൗലൈക കാന സയ്യുഹും മഷ്കൂറ, അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന ആളുകളുടെ ഏതേത് പ്രവർത്തനങ്ങളും ഏതേത് കർമ്മങ്ങളും അള്ളാഹു നന്ദിപൂർവം സ്വീകരിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വാക്ക് തരുന്നു. ഇനി നമ്മൾ അറിയേണ്ടത്, ധാരാളമായി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധ റമളാനിന്റെ ആമുഖത്തിലാണ് നമ്മളുള്ളത്. ആമുഖത്തിൽ ശഅബാനിന്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. അങ്ങനെ വരുമ്പോൾ
ധാരാളമായി കർമ്മങ്ങൾ ചെയ്യാൻ, ധാരാളമായി അമലുകൾ ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരം അത് പൂർണ്ണമായും നമ്മൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലെത്താൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ അള്ളാഹുവുമായുള്ള മുലാഖാത്ത് സാധ്യമാകും എന്നതാണ്. അപ്പൊ റമളാനിന്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ, ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഈ ശഅബാൻ മാസത്തിൽ കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നും അമൽ സ്വാലിഹാത്തുകൾ ചെയ്തിരുന്നു എന്നും മാത്രമല്ല, നോമ്പ് ധാരാളമായി മറ്റു മാസങ്ങളിൽ നിന്ന് റമളാനിൽ 30 ദിവസവും എന്തായിരുന്നാലും നോമ്പ് നിർബന്ധമാണ്. അല്ലാത്ത മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശഅബാനിന്റെ അത്ര നോമ്പ് നോറ്റ ഒരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ധാരാളമായി ശഅബാൻ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ അമലുകൾ ധാരാളമായി ചെയ്തു കൂട്ടിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനൊരു കാരണം, ശഅബാൻ മാസത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന. ദിവസങ്ങളിൽ ഓരോ ദിവസവും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. ആഴ്ചകളിൽ 2 തവണ, തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നു എന്ന് അള്ളാഹുവിലേക്ക് അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ ശഅബാൻ മാസത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ, ശഅബാൻ മാസം എന്ന് പറയുന്നത് തുർഫഉ ഫീഹി, ആ മാസത്തിൽ ഉയർത്തപ്പെടും അൽഅഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, എൻ്റെ ലോകരക്ഷിതാവായ റബ്ബിങ്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പനുഷ്ഠിക്കുകയും ധാരാളമായി കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നും ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുക. അൻ ഉമ്മിൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാനിലെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി നമ്മൾക്ക് വിവരിച്ചു തരികയാണ്. ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ, ശഅബാനിന്റെ അത്ര, ശഅബാൻ മാസത്തെ അത്രയും മറ്റൊരു മാസത്തിലും, റമദാൻ ഒഴികെയുള്ള മറ്റൊരു മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ധാരാളമായി നോമ്പെടുത്തിരുന്നില്ല എന്ന. ചില ഹദീസുകളിൽ മുഴുവനും എന്ന് കാണാം, എന്നാൽ ചില ഹദീസുകളിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ അധികവും എന്നാണ് അർത്ഥം. അതുകൊണ്ട് നോമ്പ് തോൽക്കാത്ത ദിവസങ്ങളും ശഅബാനിൽ ഉണ്ടായിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ശഅബാൻ മാസം അത് പല കാരണങ്ങൾ കൊണ്ടും ശഅബാൻ മാസം നമ്മളോട് പലപ്പോഴും മറവി ഉണ്ടാക്കുന്ന ഒരു മാസമാണ് എന്നും, റമദാനിലെ മുമ്പുള്ള ഒരു മാസം എന്ന നിലയിൽ നമ്മൾ പല തിരക്കുകളിലുമായി പോകും. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ശഅബാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗഫ്ലത്തിൽ, ഒരു അശ്രദ്ധയിലാകാതിരിക്കാൻ നമ്മളിനി തുടരുകയാണ്, നമ്മളിനി തുടങ്ങുകയാണ്. ശഅബാനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നോമ്പ് നോൽക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, അമൽ സാലിഹാത്തുകൾ ധാരാളമായി ചെയ്യുന്നു, ധാരാളമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, നമ്മുടെ ഒരു കൂട്ടുകാരനായി ഖുർആനിനെ സാഹിബായി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മുടെ മുലാഖാത്ത് ഉറപ്പുവരുത്താൻ, അള്ളാഹുവുമായി നാളെ കണ്ടുമുട്ടും എന്ന ഒരു വിഷയം അത് ഉറപ്പുവരുത്താൻ തീർച്ചയായും ഇത് ഉപകരിക്കുമെന്നതാണ്. അതുകൊണ്ട് ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ നമ്മുടെ അമലുകൾ കൃത്യമാക്കാനും ധാരാളമായി പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ ഇഷ്ടവും അത് നേടിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നു,
ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ വഹി? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അല്ലാഹു അവനേകനാണ്. അതുകൊണ്ടോ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ഫമൻ കാന ആരെങ്കിലും യർജു ആഗ്രഹിക്കുന്നുവെങ്കിൽ ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മുലാഖാത്ത്, തന്റെ റബ്ബുമായി കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ ധാരാളമായി അമലുകൾ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ വളരെ കൃത്യമായി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, ഒരു കാരണവശാലും ശിർക്കിന്റെ ഒരംശവും ജീവിതത്തിൽ വന്നു പോകരുത് എന്ന ഇതിനോട് രാജിയായി കണിശത പുലർത്തിക്കൊണ്ടാണ് ഒരു വിശ്വാസി കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുകൂടി ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളമായി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ചിന്തിക്കുകയും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് റമളാനിലേക്ക് ചേർന്നു വരാനുള്ള പരിശ്രമമാണ് ഏതൊരു വിശ്വാസിയും നടത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ ഈ ഒരു ആഴ്ചയിൽ തന്നെ നമ്മൾ അറിയുകയുണ്ടായി. നെന്മാറയിലെ പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതകം, ചെന്താമരകൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. 2019 തൻ്റെ ഭാര്യയെ കൊന്ന് ജയിൽവാസം അനുഭവിക്കുന്നതിനിടയിൽ വന്ന ശേഷമാണ് ഈ ഇരട്ട കൊലപാതകം. കെടുകാര്യസ്ഥത ഒരുപാടുണ്ട് പല ഭാഗത്തും. ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് വില്ലൻ, ഒന്ന് ലഹരിയാണ്, മറ്റൊന്ന് അന്ധവിശ്വാസമാണ്. വളരെ കൃത്യമായി ഇനിയും അതിൻ്റെ കഥകൾ, അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു വരുന്നേ ഉള്ളൂ. കൂടോത്രവും മന്ത്രവാദവും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നത് നമ്മയൊക്കെ വേദനിപ്പിക്കുന്നൊരു സംഗതിയാണ്. എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നുവെങ്കിലും നമ്മൾ തന്നെ അറിയാതെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നു. ഭൗതികത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അതിൻ്റെ വല്ലാത്ത ഒരു പൊലിമ നമ്മെ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ പല പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു യുദ്ധമാണ് ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ രംഗത്ത് വളരെ ശക്തമായ ഇടപെടലുകൾ പ്രാദേശികമായി നമ്മൾ നടത്തിയാൽ നമുക്ക് രക്ഷ കിട്ടും. വല്ലാത്ത പ്രതിസന്ധികൾ ഈ രംഗത്തുണ്ട്. 2 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിയെ സ്വന്തം അമ്മാവനാണ് കിണറ്റിലെറിഞ്ഞ ഒരു രാജ്യത്ത്
നമ്മൾ ജീവിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2 മാസം 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കിണറ്റിൽ വലിച്ചെറിയുന്നു. അതാരാ? സ്വന്തം കുട്ടിയുടെ അമ്മാവൻ. ലഹരി എന്തുമാത്രം പിടിച്ചു കുലുക്കിയിട്ടുണ്ട്, എന്തുമാത്രം പിടിമുറുക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിൽ രക്ഷിതാക്കൾക്ക് ഡോറ് ലോക്ക് ചെയ്യാതെ കിടന്നുറങ്ങാൻ ഇന്ന് സാധ്യമാണോ? അല്ലേ? ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ? ഇന്ന് വളർന്നു വരുന്ന തലമുറ, ആരെയും ഒരു കുറ്റപ്പെടുത്തലല്ല, എൻ്റെയും നിങ്ങളുടെയും മക്കൾ, അവരെക്കുറിച്ച് നമ്മൾ ഏതു സമയവും നമ്മൾ ബോധവാന്മാരല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഡോറ് ലോക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നതാണ് സത്യം. കാരണം നേരം വെളുക്കുമ്പോൾ ജീവൻ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ലഹരിക്കറിയില്ലല്ലോ. ലഹരിയാണ് ഓരോ വ്യക്തിയെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതില്ലേ? ഞാൻ പറയുന്നു, കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ഭരണകൂടം നടത്തുന്നു എങ്കിൽ ആര് ഭരിച്ചാലും വളരെ നിഷ്പ്രയാസം നമ്മുടെ രാജ്യത്ത് നിന്ന് അതില്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. ഒരു സംശയവുമില്ല. എല്ലാ ഭാഗത്തു നിന്നും ഇതിനുള്ള ഒത്താശകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, മൊത്തത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. എല്ലാവിധത്തിലും പ്രയാസങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ജാഗ്രത പാലിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാന വിഷയം, ഈ ഒരു വീക്കിൽ, ഈ ഒരാഴ്ചയിൽ ഉണ്ടായ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു വിധിക്ക് അതിനെ കാറ്റിൽ പറത്തി പുതിയ വഖഫ് ബില്ല്, അതിൻ്റെ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ബില്ല് ജെ പി സിക്കെതിരിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി പാർലമെന്റ് തീരുമാനിച്ചിട്ട് തൊട്ടടുത്തുള്ള സമ്മേളനങ്ങളിൽ അത് പാസ്സാകും എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങാനും വന്നാലുണ്ടാകുന്ന അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്, അതിൻ്റെ വല്ലാത്ത പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഇവിടെ അന്യാധീനപ്പെട്ടു പോകുകയാണ് നമ്മുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ആ ഒരു വിഷയത്തിലേക്ക് കൂടി കടന്നുകയറ്റം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഏറെ നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾക്കിവിടെ ജീവിക്കണം. ഇവിടെ നമ്മൾക്ക് അവകാശമാണ് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് നമ്മുടെ കാര്യങ്ങൾ നീക്കാൻ. ഇത് ഭരണഘടന അനുധാവനം ചെയ്യുന്നതാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങേയറ്റത്തെ ഫാസിസം അതിശീഘ്രം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ നമ്മൾ ഇതൊന്നും കണ്ടില്ല, ഇത് എനിക്ക് ബാധിക്കില്ല, ഇതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട കേസല്ല എന്ന് പറഞ്ഞ് ഒഴിവാകേണ്ടവരല്ല. ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവുകയും നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യണം. അല്ലാഹു തആല ഇവിടെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രക്ഷയാണ് നമുക്ക് ആവശ്യം. എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനീ സ്ഥാപനങ്ങൾ അത് കൃത്യമായി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഈ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഭരണഘടനയുടെ നൽകുന്ന അവകാശമാണ്. ഇതെല്ലാം നിലനിർത്തുന്നതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ നിന്റെ ദീൻ നിലനിൽക്കണം, നിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് രക്ഷയും സമാധാനവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും അനുഭവിക്കുന്നുണ്ട്. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവേ രക്ഷയും സമാധാനവും നൽകണമേ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർ അള്ളാഹുവെ അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അവരെ അനുഗ്രഹിക്കണേ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ പലരും ഓരോ ദിവസവും ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ നിന്നിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും അള്ളാഹുവെ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അവരെ അനുഗ്രഹിക്കണേ
അള്ളാഹുവേ നിന്റെ ഇഷ്ടവും നിന്റെ പൊരുത്തവും നിന്റെ മുലാഖാത്തുമാണ് റബ്ബേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് അമലുകൾ ചെയ്യാൻ പ്രവർത്തിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.